ഹായ് ഫ്രണ്ട്സ്, യു കെയിൽ എങ്ങനെ ഒരു കറിവേപ്പ് വളർത്തിയെടുക്കാം എന്നാണ് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, മലയാളികളുടെ എല്ലാ വിഭവങ്ങളിലും കറിവേപ്പില ഒരു അവിഭാജ്യ ഘടകമാണ്. അപ്പോൾ യു കെയെ സംബന്ധിച്ചിടത്തോളം കറിവേപ്പില എന്ന് പറയുന്നത് വളരെ എക്സ്പെൻസീവായ ഒരു സാധനവുമാണ്. അപ്പം ഞങ്ങൾ ഇവിടെ ഒരു 5-8 കരിവേപ്പിൻ തൈയുണ്ട്. അത് ഞങ്ങൾക്ക് അത്യാവശ്യം ഉള്ള കറിവേപ്പിലയുടെ ഉപയോഗമൊക്കെ ഇതിൽ നിന്നാണ് ഇപ്പം നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ യു കെയിലേക്ക് ഇപ്പോൾ രണ്ടാമത് തിരിച്ചു വന്ന ഒരു വ്യക്തിയാണ്. നേരത്തെ നാട്ടിലായിരുന്നു കുറേ കാലം. തിരിച്ചു വന്നപ്പം ഞാൻ കുറേ കരിവേപ്പിൻ തൈയൊക്കെ ആയിട്ടാണ് വന്നത്. അങ്ങനെയാണ് ഇത് ഇവിടെ നട്ട് ആക്കിയത്. ഇപ്പം ഇതൊക്കെ 9 മാസം പ്രായമേ ഉള്ളൂ. അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ കൊണ്ടുവന്നതെന്നാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. അതായത് 2 തരത്തിലുള്ള തൈകൾ വെച്ച് നോക്കിയിട്ടുണ്ട്. നമ്മൾ തീരെ ചെറിയ തൈ പറിച്ചുകൊണ്ട് വന്നിട്ട് അത് അങ്ങനെ തന്നെ കൊണ്ടുവന്ന് നടുന്ന ഒരു രീതിയുണ്ട്. പലരും അങ്ങനെ അതിൻ്റെ വേരോട് കൂടി അതിൻ്റെ ഇലയും കുറച്ച് ഇലയും ആയിട്ട് കൊണ്ടുവന്ന് നടും. ആ നടുന്ന സാധനം എത്ര കാലം നിന്നാലും അത് പതുക്കെ വളരുള്ളൂ. വളർച്ച തീരെ കുറവാണ്. മാത്രമല്ല, ഒരു തണ്ട് മാത്രമേ അങ്ങ് പോകും. അതേസമയം ഞാൻ വേറൊരു രീതി ഉപയോഗിച്ചു. വലിയ കറിവേപ്പ്, അതായത് നമ്മുടെ ചെറുവിരലിൻ്റെ എങ്കിലും വണ്ണമുള്ള, നമുക്കറിയാം നാട്ടിലെ വലിയ കരിയാപ്പിൻ്റെയൊക്കെ ചോട്ടിക്കൂടെ ഇങ്ങനെ വേരെ കിളുത്ത് ഇങ്ങനെ പോകുന്ന തൈകളുണ്ടല്ലോ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് വിരലിൻ്റെ വണ്ണമുള്ള തൈ കിട്ടുവാണെങ്കിൽ അത് ഇങ്ങനെ തൂമ്പാക്കി കളച്ച് പറിച്ചെടുത്തിട്ട് അതിൻ്റെ കുറച്ച് തായ്വേരോട് കൂടിയെടുത്ത് അതിൻ്റെ അകത്ത് മണ്ണ് കുട്ടിക്കളഞ്ഞിട്ട് ഒരു 1.5 ചാൺ നീളത്തിൽ വെച്ച് മുറിച്ച് കളഞ്ഞിട്ട് കൊണ്ടുവരിക. എന്നിട്ട് അത് ഇവിടെ കൊണ്ടുവന്ന് ഈ കമ്പോസ്റ്റും മണ്ണും ചേർത്ത്, കമ്പോസ്റ്റ് മതി, മണ്ണ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, കുറച്ച് മണ്ണ്, ഒരു 10% മണ്ണ് മതി, കമ്പോസ്റ്റുമായിട്ട് മിക്സ് ചെയ്തിട്ട് അതിങ്ങനെ നട്ടു വെക്കാം. വല്ലപ്പോഴും ഇത്തിരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ അധികം വെള്ളത്തില്ല, ചെറിയൊരു നനവ് നിൽക്കാൻ മാത്രം. അങ്ങനെ നിൽക്കുന്ന തൈയാണ് ഞാൻ ഈ പുറകെ കാണിക്കുന്നത്. അത് ഞാൻ തൈ ഒന്ന് എടുത്ത് കാണിക്കാവേ. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ തരത്തിലുള്ള ഒരു തൈ. ഇത് കണ്ടോ, ഇതിപ്പം 1 അടി 1.5 ചാൺ നീളവേ ഉള്ളൂ. അത് ഇവിടെ വെച്ച് കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് ഞാൻ കൊണ്ടുവന്നിരുന്നത്. അപ്പം അതിൽ നിന്ന് 3 കമ്പ് അവിടെ നിന്നുണ്ടായി. ഇപ്പം ഈ അടുത്ത കാലത്ത് അതിൻ്റെ ചുവട്ടിൽ നിന്ന് വേറൊരു പുതിയ തൈയും കൂടി ഉണ്ടായി വരുന്നുണ്ട്. അതായത് നാട്ടിലെ വലിയ കറിവേപ്പിൻ്റെ ചുവട്ടിൽ സാധാരണ ഉണ്ടാകുന്നത് പോലെ തന്നെ. അപ്പോൾ ഇതിനകത്ത് നിന്ന് കുറച്ച് ഇലയൊക്കെ ഞങ്ങൾ എടുത്തിട്ടുള്ളതാണ്. അല്ലെങ്കിൽ ഇത് കുറച്ചുകൂടി കരുത്തും ശക്തിയും ഉണ്ടായിരുന്നു. അപ്പം നിങ്ങൾ അങ്ങനെ തന്നെ പരീക്ഷിച്ച് നോക്കുക. ഇത് പിന്നെ പ്രത്യേകിച്ച് ഒരു കാരണവശാലും യു കെയിലെ കാലാവസ്ഥയ്ക്ക് കറിവേപ്പ് പുറത്ത് വെക്കരുത്. പുറത്ത് വെച്ചാൽ അത് ഒരാഴ്ചക്കുള്ളിൽ അതിൻ്റെ ഇല പൊഴിഞ്ഞു പോയി അത് നശിച്ചു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഞങ്ങളിവിടെ ഇത് അടുക്കളയിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്, ഇങ്ങനെ വിൻഡോയുടെ സൈഡിൽ. അപ്പം വിൻഡോയ്ക്കകത്ത് നല്ല സൂര്യപ്രകാശം നേരിട്ടും കിട്ടും, പിന്നെ ലൈറ്റിൻ്റെ പ്രകാശം ഉണ്ട്. അപ്പം അങ്ങനെ നന്നായിട്ടാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കറിവേപ്പിൻ തൈ കണ്ടോ, ഇതിപ്പം പറഞ്ഞ 1.5 വർഷം മുമ്പത്തുള്ള തൈയാണ് കേട്ടോ. ഇത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ചെറിയ തൈ കൊണ്ടുവന്ന് നട്ടതാണ്. അതായത് അതിൻ്റെ ഇലയോട് കൂടി കൊണ്ടുവന്ന് നട്ടിരുന്നു. പക്ഷേ ഇതിൽ നിന്ന് ഇതുവരെ ഇലയൊന്നും എടുത്തതൊന്നുമല്ല. പക്ഷേ ഇത്രയും കാലമായിട്ടും ഇങ്ങനെ വളർന്നുള്ളൂ. ഇതിനൊക്കെ വലിയ കാര്യമായിട്ട് പരിചരിച്ചതാണ്. അപ്പോൾ വളരെ സ്ലോയിലാണ് ഇത് വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി ഇതൊരു 2-3 വർഷമെങ്കിലും കഴിയാതെ ഇതുണ്ട്. ഇത് തണ്ടിന് തീരെ ബലവുമില്ല. 2-3 വർഷം കഴിയാതെങ്കിലും ഇത് നിലയെടുക്കാൻ ആകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം നമുക്ക് പെട്ടെന്ന് വളർന്നു വരാൻ നല്ലത് നല്ല കരുത്തുള്ള വലിയ തണ്ട് കൊണ്ടുവന്ന് നട്ട് കഴിഞ്ഞാൽ അതാണ് പെട്ടെന്ന് കയറി വരുന്നതായിട്ട് കാണുന്നത്. ഓക്കെ, ഇത് നിങ്ങൾ ശ്രദ്ധിച്ചോ? അതായത് ഞാൻ ആദ്യം കാണിച്ച വലിയ തൈയുടെ ഒപ്പം തന്നെ സെയിം ടൈമിൽ കൊണ്ടുവന്ന് നട്ടതായിരുന്നു ഇത്. അവൻ കഴിഞ്ഞ 8 മാസമായിട്ടും ഇവൻ അനങ്ങാതെ നിന്നു. പക്ഷെ ഞാൻ അവനെ ഉപേക്ഷിക്കാൻ തയ്യാറായിരുന്നില്ല. ഞാൻ ഈ ചട്ടിക്കകത്ത് വെച്ച് വല്ലപ്പോഴും ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കുമായിരുന്നു. ഇപ്പോൾ 8 മാസത്തിന് ശേഷം, അപ്പം സാധാരണ നോക്കിയാൽ ഇത് ഉണങ്ങിപ്പോയതാണെന്ന് തോന്നുമായിരുന്നു. എന്നാലും 8 മാസത്തിന് ശേഷം അവൻ ഇത് പതുക്കെ വളർന്നു കയറി വരുന്നുണ്ട്. ചവിട്ടിൽ നിന്ന് പൊട്ടിക്കിളത്തിയതായതുകൊണ്ട് അത് നിലനിൽക്കും തന്നെ വിശ്വസിക്കാം. അപ്പോൾ അതുപോലെ വേറെ ഒരെണ്ണം കൂടെ കാണിക്കാം. ഇതിപ്പം അതേ സെയിം ടൈമിൽ കൊണ്ടുവന്നത്. ഞാനത് 8 തൈയായിരുന്നു 8 ഇതുപോലത്തെ കമ്പുകളായിരുന്നു കൊണ്ടുവന്നത്. ഇത് കഴിഞ്ഞ 7 മാസമായിട്ട് ഇവൻ അനങ്ങാതെ വന്നിട്ട് ഇതിപ്പം 2 മാസം മുമ്പാണ് ഇവൻ കിളുത്തപ്പം പെട്ടെന്ന് അങ്ങോട്ട് കിളുത്ത് കയറി വന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതും കയറി വരും, കുഴപ്പമൊന്നുമില്ല. അതായത് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഇപ്പോൾ ഈ കൊറോണ ആയതുകൊണ്ട് ആർക്കും നാട്ടിൽ പോകാൻ പറ്റിയല്ല, എന്തെങ്കിലും നാട്ടിൽ പോകുന്ന സമയത്ത് ഇങ്ങനെ തൈകൾ കൊണ്ടുവരുവാണെങ്കിൽ അത് മുളച്ചില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ അതിനെ ഉപേക്ഷിക്കരുത്. അതിന് അവസരം കൊടുക്കണം. അത് തന്നെ ഏതായാലും മുളയ്ക്കാതിരിക്കുകയില്ല. ഞാൻ 9 തൈ കൊണ്ടുവന്നിട്ട് 9 മുളച്ചു. പക്ഷേ
അവസാനത്തത് മുളച്ചത് 9ാമത്തെ മാസത്തിലാണെന്ന് മാത്രം. അതുപോലെ പലർക്കും സംശയം ഉണ്ടാവും ഇതിനെന്താ വളം ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇത് നല്ല ചാണകപ്പൊടി പോലത്തെ കമ്പോസ്റ്റാണ് ഇതിനകത്ത് ഇട്ടിരിക്കുന്നത്. അതല്ല ഇപ്പം കാണാം, ഇത് നല്ല പൊടി പോലെ കിടക്കുക. അത് വെള്ളം ഒഴിച്ച് കുതിർന്നിട്ടല്ല കിടക്കുന്നത്, വെള്ളം കുതിർന്നല്ല കിടക്കുന്നത്. അപ്പം ഇച്ചിരി ഡ്രൈ ആയിട്ട് നിർത്തുന്നത്, അല്ലെങ്കിൽ ഇതിന് വേര് ചീഞ്ഞ് പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം ഇതിന് വളം എന്താണ് കൊടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടൊമാറ്റോയ്ക്ക് ഇടുന്ന അടിക്കാനുള്ള ഒരു ലിക്വിഡായിട്ടുള്ള ഇത് ഈ വിൽക്കിൻസിലൊക്കെ കിട്ടും, നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും. അത് ഒരു 10-25 മില്ലിയോ മറ്റോ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ഞാൻ വല്ലപ്പോഴും ഒഴിച്ചു കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് ഇച്ചിരി ഒരു 10-20 മില്ലി ഇതിനകത്ത് ഒഴിച്ചിട്ട് നിറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുലുക്കിയിട്ട് ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കും ഇലയിൽ. അതൊന്നുമില്ല, ആഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ. അതൊന്നും അല്ലെങ്കിൽ ഏറ്റവും നല്ലത് സേഫായിട്ടുള്ളൊരു മാർഗം വെള്ളം മാത്രം. ഇത് എല്ലാ ദിവസവും നിങ്ങളിങ്ങനെ സ്പ്രേ ചെയ്താലും നല്ലതാണ്. ഇതിൻ്റെ ഇലയിൽ കൂടെ ഇല ഇതിൻ്റെ വെള്ളം വലിച്ചെടുക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒരു അല്പം വളം കൂടെ ഇതിനകത്ത് മിക്സ് ചെയ്തിട്ട് ഒഴിക്കുന്നത്. തുള്ളി വളം ഇടാവുള്ളൂ കേട്ടോ. അതായത് 1 ലിറ്ററിനകത്ത് ഒരു 25 മില്ലി കൂടുതൽ ഒഴിക്കരുത്, അല്ലെങ്കിൽ പിന്നെ ഇത് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ എല്ലാ ദിവസവും വെള്ളം എത്ര അടിച്ചു കൊടുത്തെന്നർത്ഥം കുഴപ്പമില്ല. പക്ഷേ ചുവട്ടിലൊഴിക്കുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്. ചുവട്ടിലൊഴിക്കുമ്പം പിന്നെ അത് വേര് ചീഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം നിങ്ങളും ഇനി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് കൂടി തണ്ട് കൊണ്ടുവരിക. ഈ തണ്ട് കൊണ്ടുവരുമ്പോൾ തന്നെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കയ്യിൽ ഇപ്പോൾ 10-15 തണ്ടുണ്ടെങ്കിലും അതിനെ ഹാൻഡിൽ ചെയ്യുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം ഒരു പത്രത്തിലോ മറ്റോ പൊതിഞ്ഞിട്ട് ചുമ്മാ അങ്ങ് എടുത്തു കഴിഞ്ഞാൽ ഒരു കോല് പോലെ ഇരുന്നോളും. അപ്പം അതിനുവേണ്ടി പ്രത്യേക സേഫായിട്ട് അതിനെ കൊണ്ടുവരുമോ, പൊതിഞ്ഞ് കെട്ടി. നമ്മുടെ നാട്ടിൽ ഒരു തൈ കൊണ്ടുവരണമെങ്കിൽ നമുക്കറിയാം, അത് ഡാമേജ് വരാതെ വലിയ കഷ്ടപ്പെട്ടാണ് നമ്മൾ കൊണ്ടുവരുന്നത്. ഇതെല്ലാം ഒരു 2-3 പത്രം കൂട്ടി വെച്ച് അങ്ങ് പൊതിഞ്ഞ് കൊണ്ടുവന്നാൽ മതി, ഒരു കുഴപ്പമില്ല. നമുക്ക് ഈസി ആയിട്ട് കൊണ്ടുവരാനും പറ്റും. അതിന് ഒരു പരിചരണവും കൊടുക്കണ്ട. ഇതുപോലെ കമ്പോസ്റ്റിനകത്ത് അങ്ങ് നട്ട് വെച്ചിരുന്നാൽ മതി, അത് എപ്പോഴും തന്നെ മുളച്ചോളും. അപ്പം നിങ്ങൾ ഇതുപോലെ പരിശ്രമിച്ച് നോക്കുക. ആദ്യം നമ്മൾ ഇതിനെ കൊണ്ടുവന്ന് കമ്പോസ്റ്റ് നിറച്ചിട്ട് ചെറിയ പ്ലാസ്റ്റിക് കൂടിലാണ് നട്ടത്. അത് കഴിഞ്ഞ് അത് അവിടെ നിന്ന്, അപ്പോൾ ആ സമയത്താണെങ്കിൽ നമുക്ക് വലിയ കെയറൊന്നും വേണ്ട. വെറുതെ പ്ലാസ്റ്റിക് കൂടിനകത്ത് നട്ടിട്ട് വല്ലപ്പോഴും ഇത്തിരി വെള്ളം ഒന്ന് ഇറ്റിച്ച് കൊടുത്താൽ മതി. അതിപ്പം പ്രകാശമുള്ളിടത്ത് വെക്കണമെന്നൊന്നുമില്ല. പിന്നെ അത് മുളച്ച് വന്നു കഴിയുമ്പോൾ അതിനെ നല്ല മുളച്ചൊന്ന് ഇച്ചിരി വേരൊക്കെ പിടിച്ച് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് മാറ്റിയാൽ മതി. അപ്പോൾ ഇച്ചിരിയുടെ വലിയ ചട്ടിക്കകത്തേക്ക് ഇങ്ങനെ കമ്പോസ്റ്റ് ഇട്ടിട്ട് ഞാൻ മാറ്റി. അതിൻ്റെ പഴയ ചിത്രങ്ങളും 2-3 മാസം മുമ്പ് എടുത്ത വീഡിയോയുമാണ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പം ആദ്യം പ്ലാസ്റ്റിക്കിനകത്ത് നിന്ന് ഇച്ചിരിയുടെ വലിപ്പമുള്ള ചട്ടിക്കകത്തേക്ക് മാറ്റി. അത് കഴിഞ്ഞാണ് പിന്നെ ഇച്ചിരിയുടെ വലിപ്പമുള്ള ചട്ടിലേക്ക് മാറ്റിയത്. അപ്പോൾ അതിൻ്റെ പഴയ വീഡിയോ ആണ് ഈ കൂടെ നിങ്ങൾക്കിപ്പം കാണാൻ പറ്റുന്നത്. അതുപോലെ ഇതുപോലെ ഇതാദ്യം മുളച്ച് തുടങ്ങിയ സമയത്തുള്ള 1-2 ചിത്രങ്ങളും കൂടെ. അപ്പോൾ ഇത് നിങ്ങൾക്കത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിരിക്കുന്നത്. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.